റിപ്പോർട്ടറിൻ്റെ മുഖം മാറിയതുപോലെ തന്നെ റിപ്പോർട്ടറിൻ്റെ ലേഔട്ട് മാറിയതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ടറിൻ്റെ നാസ മിഷൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനത്തിനു കൂടി ഇന്നത്തെ ചിങ്ങപ്പുലരി സാക്ഷ്യമാവുകയാണ്. ടാൽഡ്രോപ്പിൻ്റെ എഡ്യൂക്കേഷൻ സംരംഭമായ റിപ്പോർട്ടർ TV ടാൽഡ്രോപ്പ് ടെക് അറ്റ് സ്കൂൾ എന്ന പ്രോജക്റ്റിന് തുടക്കമാവുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ പ്രോജക്റ്റിൻ്റെ പേര് പറയാം. ടാൽഡ്രോപ്പിൻ്റെ എഡ്യൂക്കേഷൻ സംരംഭമായ റിപ്പോർട്ടർ TV ടാൽഡ്രോപ്പ് ടെക് അറ്റ് സ്കൂൾ എന്ന പ്രോജക്റ്റിന് ഇന്ന് തുടക്കമാവുന്നു. 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഈ പ്രൊജക്റ്റ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബേസിക് കോഡുകളും ടെക്നോളജിയുടെ ബാലപാഠമായ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും എല്ലാം സ്കൂളിനോട് ചേർന്ന കരിക്കുലത്തിൻ്റെ ഭാഗമായി തന്നെ കരിക്കുലം നടക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. ഇന്നത്തെ എഞ്ചിനീയർമാരും നാളത്തെ ടെക് സയൻറ്റിസ്റ്റുകളുമായി ഇവരെ മാറ്റിയെടുക്കുക എന്നതാണ് ടെക് അറ്റ് സ്കൂൾ എന്ന ഈ പ്രൊജക്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡറായ ഈ പ്രൊജക്റ്റിൻ്റെ ബ്രാൻഡ് പാർട്ണർ റിപ്പോർട്ടർ TV ആണ്. പ്രോജക്റ്റിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ മനോഹരമായ ചിങ്ങപ്പുലരിയിൽ എന്നോടൊപ്പം സഫീർ നജമുദ്ദീൻ, ഡയറക്ടർ ആൻഡ് CEO ടാൽഡ്രോപ്പ്, ഒപ്പം തന്നെ ഡയറക്ടർ ആൻഡ് CTO ടാൽഡ്രോപ്പിൻ്റെ നജമുദ്ദീൻ ചേരുകയാണ്. വെൽക്കം ഓൾ. വളരെ ഒരു ശുഭവാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ടെക് അറ്റ് സ്കൂൾ എന്നുള്ളതാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കും യഥാർത്ഥത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു. ഇതൊരു ഇമ്പോസിബിൾ ടാർഗറ്റ് അല്ലേ എന്നതായിരുന്നു ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ ഇമ്പോസിബിൾ ആയതിനെ പോസിബിൾ ആക്കിയ ചരിത്രമാണല്ലോ വിജയിച്ച എല്ലാ ബ്രാൻഡുകൾക്കും ഉള്ളത്. സഫീർ നജമുദ്ദീൻ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ അതിൻ്റെ എന്താണ് സംഭവം എന്ന് സഫീർ തന്നെ പ്രേക്ഷകരുമായിട്ട് വിവരിക്കും. എന്താണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിച്ചാൽ ടെക് അറ്റ് സ്കൂൾ എന്ന നമ്മുടെ ഈ പ്രോജക്റ്റ്. അതെ, 2015 ആക്ച്വലി നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലുമായിട്ട് തുടങ്ങിയൊരു പദ്ധതിയായിരുന്നു. അപ്പോൾ നേരത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം AI-ലേക്കും റോബോട്ടിക്സിലേക്കും മെറ്റാവേഴ്സിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. നമ്മുടെ സിലബസ് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല. നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് ഇതിലേക്ക് ഈ ടെക്നോളജി ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ മാത്രമേ നമ്മൾ നോക്കുമ്പോൾ 9 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടി 4 മണി വരെ എൻഗേജ്ഡ് ആണ്. അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇനി പഠിപ്പിക്കാനൊന്നും ടൈമില്ല. അപ്പോൾ വെല്ലുവിളികളായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. 2017 നമുക്കൊരു ആശയം രൂപപ്പെട്ടു. അങ്ങനെ ഒരു 150ഓളം എഞ്ചിനീയേഴ്സ് ഒരു 6 വർഷം കൊണ്ട് ഒരു 4 കോടിക്ക് മുകളിൽ സാലറി മാത്രം കൊടുത്ത് നമ്മളൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരു എക്കോ സിസ്റ്റം രൂപപ്പെടുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ 10 വയസ്സുള്ള കുട്ടികൾ അന്ന് മുതലേ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറ്റി. ഇന്നിപ്പോൾ 6 വർഷം സീനിയർ എഞ്ചിനീയേഴ്സിനൊക്കെ നമ്മുടെ എന്താണ് 16 വയസ്സ് 17 വയസ്സാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര അഗ്രസീവായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ടൈമാണിത്. ആ സമയത്ത് പക്ഷേ എല്ലാവരും എഞ്ചിനീയർ ആകേണ്ടവരല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും സയൻറ്റിസ്റ്റ് ആകേണ്ടവരല്ല. ഇതിൽ ആകേണ്ടവരെ മാത്രം പിക്ക് ചെയ്ത് നമ്മൾ ഈ പാരൽ സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊരു 5 വർഷം കഴിയുമ്പോൾ കിടിലൻ എഞ്ചിനീയേഴ്സ് ആവും. അവർ പഠനം മാത്രമല്ല ചെയ്യുന്നത്, പരീക്ഷ എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, അവരാ സിസ്റ്റത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുക കൂടി ചെയ്യുന്നു. വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഏറ്റവും ബേസിക്സ് കോഡിംഗ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചുരുക്കത്തിൽ ലളിതമായി പറഞ്ഞാൽ ഒരു മിനി ടെക്നോ പാർക്ക് നിങ്ങൾ സ്കൂളുകളിൽ സൃഷ്ടിക്കാൻ പോകും. അതെ, സ്കൂളുകളിൽ സൃഷ്ടിക്കും. അവർ പഠിക്കേണ്ടത് കംപ്ലീറ്റ്ലി നമ്മുടെ വിർച്വൽ ലോകത്തൂടെയാണ് പഠിക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൂടെയാണ്. എന്നാൽ ബാക്കി ഈ കുട്ടികൾ എന്ത് ചെയ്യും, സ്കൂളുകളിൽ നമ്മുടെ എഞ്ചിനീയേഴ്സിനോടൊപ്പം ഇന്ററാക്ട് ചെയ്ത് നിന്ന് അവർ റിയൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറും. അതായത് നമ്മുടെ യൂത്തിന് 40% അൺഎംപ്ലോയ്മെന്റ് എന്നതിന്റെ റീസൺ എന്താണ്? ഇൻഡസ്ട്രിയും അക്കാഡമിക്കും തമ്മിൽ അത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അക്കാഡമിക്കിനോടൊപ്പം ഇൻഡസ്ട്രിയും കൂടെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യണം. റിയൽ എഞ്ചിനീയേഴ്സ് നമ്മുടെ 150ഓളം എഞ്ചിനീയേഴ്സ് ഇവർക്കൊപ്പം ഉണ്ട്, വിർച്വൽ വേൾഡിൽ അവർക്കൊപ്പം ഉണ്ട്. 10 മണി മുതൽ 4 മണി വരെ ക്ലാസ് ടൈം ആണെങ്കിൽ ക്ലാസ് ടൈം ഇവരുടെ ഈ സമയം എപ്പോഴായിരിക്കും? ഇവർ ഈ മിനി ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റിൽ അവരെപ്പോഴായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വെളുപ്പിന് 4 മണിക്ക് കുട്ടിക്ക് പഠിക്കാം. അപ്പോഴും നമ്മുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. രാത്രി 10 മണിക്ക് പഠിക്കാം. അപ്പോൾ ഈ സ്കൂളിൽ വരുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ്. ഇതിൽ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമായിട്ടായിരിക്കും അവിടെ സെപ്പറേറ്റ് പ്രോഗ്രാം. ഒന്നുകൂടി അതിനകത്ത് വ്യക്തത വരുത്തിയാൽ രാവിലെ 4 മണി മുതൽ അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും ഈ ടെക്നോ പാർക്ക്. അതെ, സ്കൂളിലെ ടെക്നോ പാർക്ക് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. അതെ. അപ്പോൾ ഈ ടെക്നോ പാർക്കിൽ അത് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ വെച്ച് കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വെച്ച് കൊടുക്കും. കാര്യം ഇത് 2 രീതിക്കാണ്. ഒരു ഹൈബ്രിഡ് മോഡലാണ്. കുട്ടികൾ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരേണ്ട നമ്മുടെ സിസ്റ്റത്തിൽ അത് പൂർണ്ണമായിട്ട് ഓൺലൈൻ സംവിധാനം നമുക്കുണ്ട്. പിന്നെ കുട്ടികൾ സ്കൂളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി കണക്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് പഠിക്കുന്ന കംപ്ലീറ്റ്ലി ഓൺലൈനും എന്നിട്ട് അവരോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ഈ കുട്ടികൾ ഒരുമിക്കുന്നു. എല്ലാ കുട്ടികളും അല്ല, ഇതിൽ ജോയിൻ ചെയ്ത കുട്ടികൾ മാത്രം ഒരുമിക്കുകയും ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമാണ് ഈ ടെക് അറ്റ് സ്കൂൾ എന്നുള്ള പ്രോഗ്രാം. തുടങ്ങുന്നത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ് മുതൽ. അപ്പോൾ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും അയാൾ മിനിമം ചില പ്രോഗ്രാമുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറും. ശരിക്കും 6ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അവർ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കും, സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാകും. നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആമസോണും ഫേസ്ബുക്കും ഒന്നും ഉണ്ടായില്ല? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇതൊന്നും അല്ല പഠിക്കുന്നത്. നമുക്കിവിടെ ടെക്നോ പാർക്കുകളും ഇൻഫോ പാർക്കും സൈബർ പാർക്കും എല്ലാം ഉണ്ട്. 127 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടായിട്ടും നമ്മൾ ഇന്നേ വരെയും ഇപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മൾ ക്രിയേറ്റർ സ്റ്റേറ്റ് ആകാത്ത, നമ്മൾ
ക്രിയേറ്റർമാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. Right. ഈ പ്രോജക്റ്റിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റർമാരെ സ്കൂൾ തലത്തിലേ ഉണ്ടാക്കിയാണ്. അപ്പോൾ 2030 2040 കേരളം നമ്മൾ ഇമാജിനേറ്റ് ചെയ്ത് വയ്ക്കുക, ഒരു വർഷം 40,000-ഓളം കുട്ടികളാണ് ഈ ടെക്കറ്റ് സ്കൂൾ പ്രോജക്റ്റ് വഴി വരുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര സ്കൂളുകളെയാണ് നമ്മൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? 2000 സ്കൂളുകളിലാണ്. 2000 സർക്കാർ സ്കൂളുകളാണോ അതോ എല്ലാ സ്കൂളുകളും? എയ്ഡഡും CBSE സ്കൂളുകളാണ് കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിലും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാം, PTA ഇൻട്രസ്റ്റ് ആണെങ്കിൽ നടപ്പിലാക്കാം എന്നുള്ളതാണ്. അപ്പം സർക്കാർ സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ, ഒപ്പം തന്നെ പ്രൈവറ്റ് CBSE സ്കൂളുകളിൽ ആ സ്കൂളുകളോട് ചേർന്ന് ഒരു മിനി ടെക്നോ പാർക്ക് പോലെ ഒരു സംവിധാനം പ്രവർത്തിക്കും. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം വന്ന് പണിയെടുക്കാം അല്ലേ? അതെ, പണിയെടുത്തുകൊണ്ട് പഠിക്കാം. അതെ അല്ലേ? അതെ. അത് വർക്ക് ഹാൻഡ് ഓൺ മെഷീൻ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഉറപ്പ് നൽകുന്നത്, ടാൽഡ്രോപ്പ് ഉറപ്പ് നൽകുന്നത്. ഒരു വലിയ പ്രോജക്റ്റാണ്. നമ്മൾ എത്ര കാലത്തെ പ്രോജക്റ്റ് ആയിട്ട് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്? ശരിക്കും നമ്മൾ 2025 കൊണ്ട് ഇത് സ്കൂളുകളിലെല്ലാം നടപ്പിലാക്കി കഴിയും. എത്ര സ്കൂളുകളിൽ? 2000 സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിയും. കാര്യം നമ്മളിത് തുടങ്ങിയത് 2015 മുതലാണ്. ഇതിന്റെ ഗ്രൗണ്ട് വർക്ക് 2017 മുതൽ ഈ പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് തുടങ്ങി. അപ്പോൾ നമുക്ക് പറയാൻ ഒരു 8 വർഷത്തെ ചരിത്രമുണ്ട്, 8 വർഷത്തെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. എത്ര ജൂനിയർ എഞ്ചിനീയർ? 2500 കുട്ടി എഞ്ചിനീയേഴ്സ് ഉണ്ട് നമുക്ക്. 2500 ഇവൻ അട്ടപ്പാടിയിൽ ഉൾപ്പെടെ നമുക്ക് ട്രൈബൽ കുട്ടികൾ എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പ്രേക്ഷകർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളുകളിലും ഇനി ഈ ടെക്കറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയം വരും. അത് ടാൽഡ്രോപ്പ് ആണ് കൊണ്ടുവരുന്നത്. അവിടെ സ്കൂളിനോടൊപ്പം തന്നെ, പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ കുട്ടികൾക്ക് IT മേഖലയിൽ പണിയെടുക്കാനുള്ളൊരു ജൂനിയർ മിനി ടെക്നോ പാർക്കുകൾ ഉണ്ടാവും സ്കൂളുകളിൽ. അങ്ങനെ നിങ്ങൾക്ക് അവരോടൊപ്പം പണിയെടുക്കാം അല്ലേ? +1 +2 ആകുമ്പോഴേക്കും ഒരു BTechകാരൻ ഇപ്പോൾ ആർജിച്ചിരിക്കുന്ന ടാലന്റ് അവൻ ആർജിച്ചിട്ടുണ്ടാവും. അതെ. ഇപ്പം നമ്മുടെ MTechകാരും ഗവൺമെന്റ് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരും ഈ സിസ്റ്റം വഴി പഠിച്ച് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രോജക്റ്റ്. ഇപ്പം നമ്മൾ പല കുട്ടികളും ചെയ്തേക്കുന്ന പ്രോജക്റ്റ് നമ്മൾ ഞെട്ടും. കാര്യം 4 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റുഡിയോ പണിഞ്ഞേക്കണം. അതായത് 4 ലക്ഷം രൂപ 8ാം ക്ലാസ് 13 വയസ്സായപ്പോൾ കുട്ടി സമ്പാദിച്ചു കഴിഞ്ഞു. സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ കുട്ടികളുണ്ട്. അതാണ് റിസൾട്ട് ഓറിയന്റഡ് പ്രോജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സ്കൂളുകളും ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ലോഞ്ചിങ്ങിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. റിപ്പോർട്ടർ TVയുടെ ടാൽഡ്രോപ്പ് ടെക്കറ്റ് സ്കൂൾ എന്ന പദ്ധതി ദിവസവും ഓരോ മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളിലൂടെയുള്ള തുടർച്ചയായ വർക്ക്ഷോപ്പുകളിലൂടെ പ്രായോഗിക പരിശീലനം നൽകിയും കൃത്യമായ ഇടവേളകളിൽ മൂല്യനിർണ്ണയം നടത്തിയുമാണ് ഈ പ്രോജക്റ്റ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. അതിനായി യഥാർത്ഥ എഞ്ചിനീയർമാരെ തന്നെ സജ്ജമാക്കിയിട്ടുമുണ്ട്. നമ്മളിതിൻ്റെ ലോഗോ ലോഞ്ചിലേക്കാണ് ഇനി പോകുന്നത്. ഒറ്റ കാര്യം മാത്രം പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, ഇതിൽ ചേരാൻ എന്ത് ചെയ്യണം? 2 പ്രോഗ്രാമുകളായിട്ടാണ്. സ്കൂളുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രോഗ്രാമുണ്ട്, ഇൻഡിവിജ്വൽ. കാര്യം ഇപ്പം ഒരു സ്കൂളിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും അവിടുത്തെ കുട്ടികൾക്ക് ഡയറക്റ്റ് നമ്മുടെ step.com-ലേക്ക് വന്ന് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. www.steyp.com www.steyp.com എന്നുള്ളൊരു പ്ലാറ്റ്ഫോം റെഡിയാണ്. അതിൽ വന്ന് കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും. എന്നാൽ സ്കൂളുകൾ തന്നെ എടുക്കുവാണെങ്കിൽ അവർ B2B പ്ലാറ്റ്ഫോം നമ്മൾ സ്കൂളുകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. സ്കൂളുകളിൽ ഈ പ്ലാറ്റ്ഫോം മാത്രമല്ല കൊടുക്കുന്നത്, ഒരു എഞ്ചിനീയറിനെയും കൂടി നമ്മൾ സ്കൂളിന് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരു എഞ്ചിനീയറിനെ കൊടുക്കും. അയാൾ മറ്റൊരു വർക്ക് കൂടി ചെയ്യുന്നുണ്ടാവും അല്ലേ? അയാളുടെ പ്രോജക്റ്റ് എടുക്കുന്നത്. കാര്യം ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിലേക്ക് നമ്മളൊരു എഞ്ചിനീയറിനെയും കൂടെ കൊടുക്കുകയാണ്. അത് B2B പ്ലാറ്റ്ഫോമാണ്. അതല്ല ഒരു കുട്ടി ഡയറക്റ്റ് B2C എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കുട്ടികൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് സിസ്റ്റത്തിലേക്ക് കയറാം. കാര്യം ഇപ്പോൾ ഒരു സ്കൂളിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും അവിടുത്തെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കഴിയണമല്ലോ. അതാണ് ഫുൾ ആയിട്ട് ഓൺലൈൻ ആയിരിക്കും. പക്ഷേ വർക്ക്ഷോപ്സ് ഒരു എഞ്ചിനീയറിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപകരെ പഠിപ്പിക്കുന്ന IT ക്ലാസ്സുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ വിശാലമായ ഒരു വർക്ക് എൻവയോൺമെന്റിലേക്ക് മാറുന്നു. അതെ അല്ലേ? ഒരു പ്രൊഫഷണൽ ആയിരിക്കും ഇനി കുട്ടികളുമായിട്ട് നിരന്തരം ഇടപെടാൻ. ഓക്കെ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ നിങ്ങൾക്ക് പണിയെടുത്തുകൊണ്ട് പഠിക്കാം. 12ാം ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ MTechന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അത്ര ബേസിക് ടാലൻറ്റിലേക്ക് ഒരു വിദ്യാർത്ഥി വരിക. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങളൊരു ജൂനിയർ എഞ്ചിനീയർമാരായി മാറുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഗൂഗിളൊക്കെ വരുന്നതിനും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ബിൽഗേറ്റ്സ് ഒക്കെ സ്കൂൾ ക്യാമ്പസിലിരുന്ന് അവരുടെ ഹോസ്റ്റൽ മുറിയിൽ ഇരുന്നുണ്ടാക്കിയ പ്രോജക്റ്റുകളാണ് പിന്നീട് ചരിത്രമായത് അല്ലേ? അതെ, അങ്ങനെയുള്ളൊരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അതിനാണ് ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ TVയുമായി ചേർന്ന് ടെക്കറ്റ് സ്കൂൾ എന്ന ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. നമ്മളിനി ലോഗോ ലോഞ്ചിലേക്ക് പോകുന്നു. ഇന്ന് ഈ ചിങ്ങ ദിവസം ഏറ്റവും മനോഹരമായ ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ പോകുന്നത് ആ ലോഗോ ലോഞ്ചിലേക്കാണ്. ടാൽഡ്രോപ്പിന്റെ റിപ്പോർട്ടറുമായി ചേർന്നുള്ള ഈ ലോഗോ ലോഞ്ച് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ ടെക്കറ്റ് സ്കൂൾ ലോഗോ.
തൊഴിലെടുക്കുന്ന മനുഷ്യര്, എഞ്ചിനീയർമാരടക്കമുള്ളവർ വിദ്യാർത്ഥികളെ നേരിട്ട് അവരുടെ IT സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണ് ഈ ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ ടെക് എഡ് സ്കൂൾ എന്ന ഈ പ്രോജക്റ്റിന്റെ പദ്ധതി. 2000 സ്കൂളുകളിലേക്ക് മൊത്തം എത്ര വിദ്യാർത്ഥികളെയായിരിക്കും നമ്മൾ ലക്ഷ്യമിടുന്നത്? 40,000 കുട്ടികൾ. 40,000, 40,000-ഓളം ജൂനിയർ എഞ്ചിനീയർമാരെ എത്ര വർഷം കൊണ്ട്? അത് ഈ 2 വർഷം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. 2 വർഷം കൊണ്ട് പുറത്തിറക്കുന്നു എന്ന ഒരു വലിയ ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ ഒരു വലിയ സൈലന്റ് റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിശബ്ദമായ ഒരു വിപ്ലവമാണ് വിദ്യാഭ്യാസ രംഗത്ത്. അതെ അതെ തീർച്ചയായും. ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റിന് ഇന്ന് തുടക്കമാവുകയാണ്. അങ്ങ് ചിങ്ങപ്പുലരിയിൽ 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾക്ക് റിപ്പോർട്ടർ ഇന്ന് തുടക്കം കുറിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ അറ്റ് സ്കൂൾ ടെക് അറ്റ് സ്കൂൾ എന്ന ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതെ, നമുക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് എല്ലാം എല്ലാ ക്യാമ്പസിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് ഡയറക്റ്റ് നമ്മൾ 2000 സ്കൂളുകളിലേക്ക് നമ്മൾ ടീം എത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എന്തായാലും വന്ന് പ്രേക്ഷകരോടുമായി ഇത് പങ്കുവെച്ചതിൽ, ചിങ്ങപ്പുലരിയിൽ ഇതിന്റെ ഉദ്ഘാടനം ലോഗോ ലോഞ്ച് നിർവഹിച്ചതിലുള്ള നന്ദിയും ടാൽഡ്രോപ്പിനോട് നമ്മൾ അറിയിക്കുന്നു. ടാൽഡ്രോപ്പും റിപ്പോർട്ടറും കൈകോർത്തുകൊണ്ട് 2000-ഓളം സ്കൂളുകളിൽ 40,000-ഓളം ജൂനിയർ എഞ്ചിനീയർമാരെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ പ്രൊഫഷണൽ ആയി ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നതാണ് ഈ ചിങ്ങപ്പുലരിയിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത. സന്തോഷമായല്ലോ അല്ലേ? അപ്പോൾ താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ടാൽഡ്രോപ്പിൻ്റെ തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു. വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് എപ്പോഴും നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ അഭാവമാണ് പലപ്പോഴും മികച്ച കുട്ടികൾ, ഒരുപക്ഷെ ബിൽഗേറ്റ്സിനേക്കാൾ, സുന്ദർ പിച്ചയേക്കാളൊക്കെ ശേഷിയുള്ള കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ടാവാം. അട്ടപ്പാടിയിൽ നിന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു M.Tech-കാരൻ്റെ അതേ സാങ്കേതിക കരുത്തോടു കൂടി വരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗും നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് ടാൽഡ്രോപ്പ് എന്ന ഈ പ്രോജക്റ്റ് വഴി. ടാൽഡ്രോപ്പ് റിപ്പോർട്ടർ ടെക് എഡ് സ്കൂൾ എന്ന പ്രോജക്റ്റാണ്, അതിൻ്റെ ലോഞ്ചിങ് ആണ് പ്രേക്ഷകർ കണ്ടത്. ചെറിയ പദ്ധതിയല്ല. 4000-ഓളം വിദ്യാർത്ഥികളെ 2 വർഷം കൊണ്ട് സ്കൂളുകളിൽ നിന്ന് പ്രൊഫഷണലുകളായി പുറത്തിറക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. നിങ്ങളുടെ കുട്ടികൾക്കും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ചേരാം. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ റിപ്പോർട്ടർ ടാൽഡ്രോപ്പ് ടെക് എഡ് സ്കൂൾ എന്ന പ്രോജക്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചേരാം. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൽ ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾക്കെടുത്ത് തൊട്ടടുത്ത സ്കൂളിലെ ഒരു മിനി ടെക്നോ പാർക്ക് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ടെക് എഡ് സ്കൂൾ ക്യാമ്പസിൽ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് ജോലി തുടരുകയുമാവാം. 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ഒരു B.Tech-കാരൻ്റെ മിനിമം ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഫഷണലിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം എന്നതാണ് ടാൽഡ്രോപ്പ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ. 40,000-ഓളം വിദ്യാർത്ഥികളെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്.